സംസ്ഥാനത്ത് കാലവർഷം 2 ദിവസത്തിനകം ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് നൽകി. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നു. ശ്രീനന്ദ, കാലവർഷം എത്താൻ 2 ദിവസം എന്നുള്ളത് സാങ്കേതികമായിട്ടുള്ള നൽകുന്ന സൂചനയാണ്. പക്ഷേ അതിശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി കാലവർഷം കൂടി സജീവമാകുന്നതോടുകൂടി ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകളൊക്കെ എപ്രകാരമാണ്? തീർച്ചയായിട്ടും രോഹിണി, നിർദ്ദേശങ്ങൾ വരുന്നതേ ഉള്ളൂ. കാലവർഷം എത്താൻ ഇനി 2 ദിവസം എടുക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മഴയ്ക്ക് യാതൊരുവിധ ശമനവുമില്ല. സ്കൂളുകൾ തുറക്കാറായപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. മഴ മാത്രമല്ല, കാറ്റും അത് തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്. മറ്റ് ജില്ലകളിലും കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ് തുടരുന്നത്. തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാലവർഷം മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പെയ്ത ജില്ലകളിൽ ഇന്നും ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ആളുകൾ തീരപ്രദേശങ്ങളിൽ പോകുന്നവരോട്, മത്സ്യത്തൊഴിലാളികളോട് പോകരുതെന്നും അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ അവരോട് ജാഗ്രത പാലിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനകം കാലവർഷം എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് മൂലമാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മഴക്കെടുതികൾ രൂക്ഷമാകാനുള്ള സാധ്യതകളെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. സമുദ്ര ഗവേഷണ പഠന വകുപ്പും ഇത് തന്നെയാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളികളോടും അതുപോലെ തീരപ്രദേശങ്ങളോടും ജാഗ്രത പുലർത്തണമെന്നും പ്രതിഭാസത്തിനുള്ള സാധ്യതകൾ വരും ദിവസങ്ങളിൽ കൂടുതലാണെന്നും കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. രോഹിണി. ശരി ശ്രീനന്ദ, എന്തായാലും സംസ്ഥാനത്ത് കാലവർഷം 2 ദിവസത്തിനകം എത്തുമെന്നുള്ള മുന്നറിയിപ്പുകൾ വരുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴ തന്നെയാണ് നിലവിലിപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.